Charles, stop them. ആന്റണി, വിനോദ്, എല്ലാവരും കെട്ടഴിക്കൂ. ഇനി എല്ലാവരും കുറച്ചു ദിവസം ഇവിടെ തന്നെ. ആരും സാഹസത്തിന് മുതിരണ്ട. ബസ്സിലുണ്ടായ അനുഭവം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ? ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരണയോടുകൂടെ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. മറിച്ചാണെങ്കിൽ അത് അനുഭവിച്ചറിഞ്ഞാൽ മതി. Vinod, everything okay? Okay. All right. Jane, ബാക്കിയുള്ള എല്ലാം അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കൂ. ശരി. ആന്റണി, എല്ലാ ബോംബിന്റെയും കൺട്രോൾ ഈ റിമോട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ. അതെ, പവർ ഫെയിലിയർ അല്ലാതെ there's no chance of trouble. Fine. Very good. എല്ലാ ബോംബും ഈ റിമോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കണം. വേണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഈ സെർച്ച് ലൈറ്റ് എത്ര ദൂരം വരെ കിട്ടും? 1 കിലോമീറ്റർ. That's good. Come on. വിനോദ്, DIG മേനോനെ കാണണം. ഈ കത്ത് അയാളെ എത്തിക്കണം. ഇതിലെല്ലാം ഉണ്ട്. വേറെ ആരെയും കാണരുത്. കൂടെ ഈ സ്ത്രീ വരും. പറഞ്ഞത് കേട്ടല്ലോ. ഇയാളോടൊപ്പം പോണം, കാര്യങ്ങൾ എളുപ്പമാക്കാൻ. നിന്റെ പേരെന്താ? മിനി. ഗുഡ്. ഇതിന്റെ ഗൗരവം DIG മേനോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചാൽ അത്ര എളുപ്പം ഇവിടെ നിന്ന് പോകാം. മറിച്ച് തമാശയായിട്ടാണ് കരുതുന്നതെങ്കിൽ 24 മണിക്കൂർ കൂടുതൽ ഞാൻ കാത്തിരിക്കില്ലെന്നും അയാളോട് തുറന്നു പറഞ്ഞേക്കുക. യു ഗോട്ട് ഇറ്റ്? നിനക്ക് പോകാം. നിൽക്കൂ. നിന്റെ കൂടെ ഇവൻ ഒറ്റയ്ക്കാണ് വരുന്നത്, പോലീസിന്റെ അടുത്തേക്ക്. നീ തനിച്ച് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതി ആശ്വസിക്കേണ്ട. നിന്നെ കൂടാതെ 15 പേര് ഇവിടെ ഉണ്ട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ, നീ തിരിച്ചു വരാതിരുന്നാൽ അവരുടെ എണ്ണം കുറയും. അത് ഓർമ്മയിരിക്കട്ടെ. എനിക്കറിയാം. ഗുഡ്. യു മേ ഗോ നൗ. കണ്ണിന്റെ കെട്ടഴിക്ക്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഞങ്ങളെ പിടിച്ചോണ്ട് പോയത്? നിങ്ങളുടെ നേതാവ് ആരാ? അയാളുടെ പേരെന്താ? പേരില്ലേ? ചാൾസ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടിയുള്ളൂ. അതും സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും?
ഹലോ, എന്ത്? മിനിസ്റ്ററും പാർട്ടി എത്തിയില്ലേ? ആരാ പറഞ്ഞത്? ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നോ? വണ്ടിക്ക് വല്ല തറാറോ മറ്റോ ആയി കാണും. ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, ലോക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. പിന്നെ വണ്ടി തകരാറായി വഴി കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ടാക്സി പിടിച്ച് അവരെ ടി വിയിൽ എത്തിക്കണം. ശരി സാർ, യെസ് ഇവർക്ക് സാറിനെ ഒന്ന് കാണണം. യെസ് കമൻ. മിസ്റ്റർ മേനോൻ, മിനിസ്റ്ററും പാർട്ടി ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ്. പേടിക്കണ്ട, അവർ സുരക്ഷിതരാണ്. നിങ്ങളവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട. പറയാനുള്ളത് ഞാൻ നേരിട്ട് പറയാം. അവരുടെ കൂടെ നിങ്ങൾ വരണം, നിങ്ങൾ മാത്രം. പോലീസിന്റെ സാമർത്ഥ്യം നിങ്ങൾ കാണിച്ചാൽ അനുഭവം വളരെ മോശമായിരിക്കും. പറയടാ, എവിടെയാടാ അവർ? ആരാടെ കത്തെഴുതിയത്? പറയടാ. പ്ലീസ് ലാലു, leave him. സാറിന് ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മുൻപൊരു കാര്യം, സ്ത്രീകളും കുട്ടികളും അടക്കം 10-17 പേര് ഇവരുടെ കസ്റ്റഡിയില്ല. അവർക്ക് കാവൽക്കാരായി മെഷീൻ ഗണ്ണും ഗ്രനേഡുമായി 10-12 പേരും. ഈ കത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ വാസ്തവമാ. അവർ എന്തിനാണ് ഞങ്ങളെ തടവുകാരാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയില്ല. അവിടെ ഉള്ളവർ ഇപ്പൊ തന്നെ പകുതി മരിച്ച നിലയില്ല. സാർ, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇരിക്കും. You relax, please. ഇരിക്കും. എന്താ സംഭവിച്ചത്? പ്ലീസ് എക്സ്പ്ലെയിൻ. നോ, ഇപ്പോൾ പറഞ്ഞ അധികമാണ്. എങ്കിൽ താൻ പറ. അതെന്റെ ജോലിയല്ല. ഞങ്ങളോടൊപ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ നിന്റെ സൗകര്യത്തിന് നീ വിളിക്കുന്നിടത്ത് പറയാൻ എനിക്ക് സാധ്യമല്ല. നമുക്ക് പോവാം. അവൾ വന്നില്ലെങ്കിൽ അത് അവള് പറയട്ടെ. സാർ, ഞങ്ങളുടെ കൂടെ വരണം. വന്നില്ലെങ്കിൽ വരാതെ വേറൊരു മാർഗമില്ല സാർ.